Good morning. Module last part ആണ് module 3 environmental pollution and control. EIA എന്താണ് role of individual prevention pollution and pollution case studies ആണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടി പോകാൻ പോകുന്നത് EIA എന്താണെന്നാണ്. അപ്പോൾ നമ്മൾ കുറേ പേരൊക്കെ കേട്ടിട്ടുണ്ടാവും EIA എന്ന് പറയുന്നത്. EIA എന്ന് പറഞ്ഞാൽ എന്താണ് സാധനം? അതെന്ന് പറഞ്ഞാൽ എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ആണ്. എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്. Environmental impact assessment is a tool used to decision making regarding development projects and programs, and it is may be defined as the formal process used to predict the environmental consequence of any developed project. ഇവരെ മനസ്സിലായി. അതായത് ഏത് പ്രോജക്റ്റ് കൊണ്ടുവരുമ്പോഴും ഒരു റിപ്പോർട്ട് എഴുതി സബ്മിറ്റ് ചെയ്യണമെന്നാണ്. അത് എത്രത്തോളം എൻവോൺമെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നിർവികാരമായിട്ടൊരു പേപ്പറിൽ എന്തെങ്കിലും ഒരു കാര്യം എഴുതി കൊടുക്കുക എന്നുള്ളതല്ല യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അത് എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് എന്ന് പറയുന്ന സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും ഇപ്പോൾ എന്തൊക്കെയുണ്ട്, ഗ്രീൻ ബെഞ്ചൊക്കെ ഉണ്ട്. സുപ്രീം കോടതിയുടെ ഒക്കെ ബെഞ്ച് മീൻസ് ജഡ്ജിമെൻറ്റുമാരുടെ പാനലിരിക്കുന്ന പാനലൊക്കെ ഉണ്ട്. അതൊക്കെ നിർവീര്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എൻവോൺമെൻ്റൽ കോൺസിക്വൻസും ഡെവലപ്മെൻറ്റ് പ്രോജക്റ്റും തമ്മിൽ ഒരിക്കലും മാച്ച് ആവില്ല. അപ്പോൾ എന്ത് ചെയ്യാം, അത് എത്രത്തോളം മാച്ചാക്കാൻ കഴിയുമോ അതിനെക്കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള റിപ്പോർട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഏത് പ്രോജക്റ്റിനും ആദ്യം വേണ്ടത് എന്താണ്? എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉണ്ടാക്കുക, പ്രത്യേകിച്ച് മാനുഫാക്ചറിനെ സംബന്ധിച്ച്. EIA those ensure the potential problem are foreseen, മുൻകൂട്ടി കാണുക, and address at the earlier stage of the project planning and designing. EIA is intended to identify the environmental, social, economical impact of proposed development prior for decision making. Hence, using EIA is possible to arrive as the following: the most beneficial suitable option at the earlier stage, the best predictable environmental option, alternative process. ഈ 3 കാര്യങ്ങളാണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഫ്ലോ ചാർട്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യമായി ചെയ്യുന്നത് ഐഡൻറ്റിഫൈ ദ പ്രൊജക്റ്റ്, അല്ലെങ്കിൽ പ്ലാൻ, പോളിസി, പ്രോഗ്രാം ആൻഡ് ആക്ടിവിറ്റി. അങ്ങനെ ഒരു പ്രോഗ്രാം ഉണ്ടാകുന്ന സമയത്ത് അതിനെ എന്ത് ചെയ്യുന്നു, അനലൈസ് ആൻ ഇൻ്റർ ഡിസിപ്ലിനറി ടീം ഫോർ സ്പെഷ്യലൈസേഷൻ. ചിലർ മെക്കാനിക്കൽ എൻജിനീയറിങ്ങിലായിരിക്കും, ചിലർ ഡോക്ടേഴ്സ് ആയിരിക്കും, ചിലർ പരിസ്ഥിതി പഠനത്തെ സംബന്ധിച്ചായിരിക്കും. അതിൽ തന്നെ പഠനവും നടക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ളവരുണ്ടാവും, ടെക്നിക്കലായിട്ടുള്ള ആളുകളുണ്ടാവും. ടെക്നിക്കൽ എന്ന് പറഞ്ഞാൽ പുതുതായിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി. ഐഡൻറ്റിഫൈ ആൻഡ് ദ വേരിയസ് ഇവാലുവേഷൻ ലൈക്ക്ലി ബെനിഫിഷ്യൽ ആണോ അഡ്വൈസ് ആണോ എന്നതിനെ സംബന്ധിച്ച് കൂട്ടായിട്ട് ഇരുന്ന് തീരുമാനിക്കുക. നമുക്കിപ്പോൾ വെസ്റ്റേൺ ഗഡ് പശ്ചിമ തീരത്തെ സംബന്ധിച്ച്, പശ്ചിമ മലനിരകളെ സംബന്ധിച്ച് ഒരു പഠനം കസ്തൂരിരംഗൻ റിപ്പോർട്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പം ഡിസ്കസ് ദ ആൾട്ടർനേറ്റീവ്സ് ആൻഡ് കറക്റ്റീവ് മെഷേഴ്സ്, ദെൻ പ്രിപ്പയർ ആൻ എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ നമുക്ക് തീരുമാനിക്കാം റിജക്റ്റ് ചെയ്യണോ, അതല്ല അപ്രൂവ് ചെയ്യുകയാണ് എങ്കിൽ അപ്രൂവ്, ഇംപ്ലിമെൻറ്റേഷൻ ആൻഡ് മോണിറ്ററിങ് ഫീഡ്ബാക്കിന് ശേഷം വീണ്ടും ആ പ്രൊജക്റ്റ്. ഒരു ക്ലോസ്ഡ് ലൂപ്പാണ് എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞത്. ഇപ്പോൾ എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നടന്നിട്ടുള്ളത് നമ്മളെ കുന്തിപ്പുഴയെ സംബന്ധിച്ചാണ്. അതായത് ഒരു വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൽ ഒരു പവർ പ്ലാന്റ് കൊണ്ടുവരണോ വേണ്ടയോ എന്നത് സംബന്ധിച്ചാണ്. ആ പരിപാടി നടന്നില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചും എന്തുണ്ട്, അദാനി ഗ്രൂപ്പിന് കൊടുത്തിരിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്തെ സംബന്ധിച്ചും എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്. അതൊക്കെ ഒന്ന് എടുത്ത് വായിച്ചു നോക്കുന്നത് നല്ലതാണ്, നെറ്റിൽ കിട്ടും. Environmental impact assessment consists of 4 phases on. 1. Organizing the job, performing the assessment, writing the environmental impact statement, review of the EIS ആണ്. അപ്പോൾ ഈ സാധനം നമ്മളെ നാട്ടിൽ ചെയ്തു കൊടുക്കുന്ന പ്രൈവറ്റ് കമ്പനികളും പബ്ലിക് കമ്പനികളൊക്കെ ഉണ്ട്. അവരെ ഏൽപ്പിച്ചാൽ അവർ നിമിഷങ്ങൾ കൊണ്ട് എന്തുണ്ടാക്കി തരും, ഈ എൻവോൺമെൻ്റൽ ഇമ്പാക്റ്റ് റിപ്പോർട്ട് ഉണ്ടാക്കി തരും. കാശ് കൂടുതൽ ഞാനൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല.
സോ നമ്മൾക്കിത് പഠിക്കാം. എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഉണ്ടാക്കുന്നത് ഓർഗനൈസിങ് ദ ജോബ്, പെർഫോമിംഗ് ദി അസസ്മെൻറ്റ്, റൈറ്റിംഗ് ദ എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ആൻഡ് റിവ്യൂ ഓഫ് ദി എൻവയൺമെൻറ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. Environmental impact can carried out the development all through the task of the carried out of environmental consultant. Environmental consultancy തന്നെ എന്നുണ്ട്. Environmental assessment is carried out of an over of producing environmental statement report. Environmental statement must be included. എന്തൊക്കെയായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്? ഒന്ന്, ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോജക്റ്റ്, ലൊക്കേഷൻ എവിടെയാണ്, ഡിസൈൻ എന്താണ്, സ്കെയിൽ എന്താണ്, സൈസ് എന്താണ്, എത്ര സ്ഥലം ഉപയോഗിക്കും. നമ്മുടെ വിമാനത്താവള വികസനത്തെക്കുറിച്ചുള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കരിപ്പൂരിനെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ ഇനിയും ഭൂമി ഏറ്റെടുത്താൽ നാട്ടുകാർ തല്ലിക്കൊല്ലും. ഡിസ്ക്രൈബ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് എഫക്റ്റ്, മിറ്റിഗേഷൻ മെഷേഴ്സ് ആൻഡ് നോൺ ടെക്നിക്കൽ സമ്മറി. നോൺ ടെക്നിക്കൽ സമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഡക്റ്റ് അതിൻ്റെ എന്താണ് പറയുക, ഇത്ര വ്യാസത്തിൽ ഡ്രം ഉണ്ടാവും, ഇത്ര വ്യാസത്തിൽ ഇന്ന എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കും, ഇതിനെ സംബന്ധിച്ചല്ല, അത് പുറത്ത് കൊടുക്കുന്ന സംവിധാനത്തെ സംബന്ധിച്ച്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്. ഒന്നാമത് ക്ലൈമറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, ഡെമോഗ്രാഫിക് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, ഡെവലപ്മെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, എക്കോളജിക്കൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, എക്കണോമിക് ആൻഡ് ഫേഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് ഉണ്ട്, എൻവോൺമെൻറ്റൽ ഓഡിറ്റിംഗ്, എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ഹെൽത്ത് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, പ്രൊജക്റ്റ് ഇവാലുവേഷൻ, പബ്ലിക് കൺസൾട്ടിങ്, പബ്ലിക് പാർട്ടിസിപ്പേഷൻ, റിസ്ക് അസസ്മെൻറ്റ്, സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, സ്ട്രാറ്റജി ഇമ്പാക്റ്റ് അസസ്മെൻറ്റ്, ടെക്നോളജി അസസ്മെൻറ്റ്. ഇങ്ങനെ ഒരുപാട് അസസ്മെൻറ്റുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എല്ലാ അസസ്മെൻറ്റിൻ്റെയും ഫലമാണ് ഒരു ദിവസം മുമ്പൊക്കെയാണ് പലരും എന്താ അറിയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് വന്ന ഈ റിപ്പോർട്ടിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. സോ ദ ബെനിഫിറ്റ് എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്? ഒന്ന്, റെഡ്യൂസ് ദ കോസ്റ്റ് ആൻഡ് ടൈം ഓഫ് ദ പ്രൊജക്റ്റ് ഇംപ്ലിമേഷൻ. സെക്കൻഡ്, ദ കോസ്റ്റ് സോൾവിങ് മോഡിഫിക്കേഷൻ ഇൻ പ്രൊജക്റ്റ് ഡിസൈൻ. ഇൻക്രീസ് ദ പ്രൊജക്റ്റ് ആക്സെപ്റ്റൻസ്. എതിർക്കുക, ബ്ലൈൻഡ് എതിർപ്പിനെ തടുത്തു നിർത്താൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്. അതായത് നമ്മളിപ്പോൾ രണ്ട് കൂട്ടർക്കും, അതായത് എതിർക്കുന്നവർക്ക് പറയാനുള്ള പോയിൻറ്റുകളും അനുകൂലിക്കുന്നവർക്ക് പറയാവുന്ന പോയിൻറ്റുകളും കൃത്യമായിട്ട് എഴുതിയൊരു പേപ്പറിൽ എഴുതി ഉണ്ടാക്കിയിട്ടുണ്ടാവും എന്നർത്ഥം. ഓഡിറ്റിംഗ് ആൻഡ് അവോയ്ഡിങ് ഇമ്പാക്റ്റ് ആൻഡ് വയലേഷൻ ഓഫ് ലോ ഓഫ് റെഗുലേഷൻ, ഇമ്പാക്റ്റ് ഓഫ് പ്രൊജക്റ്റ് പെർഫോമൻസ് ആൻഡ് അവോയ്ഡ് ദ വേസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ആൻഡ് ക്ലീൻ എക്സ്പെൻസ്. ഇതിന് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിനും ക്ലീനിനും എത്ര എക്സ്പെൻസ് വരും എന്നുള്ള കാര്യമെല്ലാം നേരത്തെ തന്നെ അറിയാൻ കഴിയും എന്നുള്ളതാണ് ഇതിൻ്റെ ബെനിഫിറ്റ്. സോ റെഡ്യൂസ് ദ കോസ്റ്റ് ഫോർ വാട്ട്? പ്രൊജക്റ്റ് ഡ്യൂറേഷൻ, കോസ്റ്റ് സേവിങ് ഓഫ് മോഡിഫിക്കേഷൻ ഓഫ് പ്രൊജക്റ്റ്, ഇൻക്രീസ് ദി പ്രൊജക്റ്റ് ആക്സെപ്റ്റൻസ്. ഓക്കെ, ദെൻ ദ ബെനിഫിറ്റ് ഓഫ് ദ ലോക്കൽ കമ്മ്യൂണിറ്റി. ഇത് കമ്പനിയെ സംബന്ധിച്ചാണ് ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഓരോന്നിനും എത്ര പൈസ ഉണ്ടെന്നാണ്. ലോക്കൽ കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് ദ ഹെൽത്ത് ഓഫ് ദ ലോക്കൽ എൻവോൺമെൻറ്റ്, ദാറ്റ് ഈസ് ദ ഫോറസ്റ്റ്, വാട്ടർ റിസോഴ്സ്, അഗ്രികൾച്ചർ, പൊട്ടൻഷ്യൽ, റിക്രിയേഷൻ പൊട്ടൻഷ്യൽ, ഇവർക്കൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് നേരത്തെ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് പറ്റും. ഇംപ്രൂവ് ദ ഹ്യൂമൻ ഹെൽത്ത്, മെയിൻ്റനൻസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഡിഗ്രീസ് ഓഫ് റിസോഴ്സ് യൂസ്, fever of conflict over the natural resource use, increase the community skill, knowledge and pride. സോ ദീസ് ആർ ദ ലോക്കൽ കമ്മ്യൂണിറ്റിനെ സംബന്ധിച്ച് അവർക്ക് എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, എത്രത്തോളം തങ്ങളുടെ ആരോഗ്യം ഇമ്പ്രൂവ് ചെയ്യുകയാണ് ഈ സ്ഥാപനം വരുന്നതോടുകൂടി, തങ്ങളുടെ ഫോറസ്റ്റിനും തങ്ങളുടെ വാട്ടർ റിസോഴ്സിനും അഗ്രികൾച്ചർ പൊട്ടൻഷ്യനും എന്താണ് സംഭവിക്കുന്നത്, കോൺഫ്ലിക്റ്റ് എത്രത്തോളം ആണ് എന്തിനെ സംബന്ധിച്ച് നാച്ചുറൽ റിസോഴ്സ് ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം റിസോഴ്സ് കുറയ്ക്കാനും കൂട്ടാനും കഴിയും, നമുക്ക് എന്തെല്ലാം പുതിയ നോളജും സ്കില്ലും ഇത് മൂലം കമ്മ്യൂണിറ്റിയിലേക്ക് വരും എന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്നും അറിയണമല്ലോ. അതിൻ്റെ പ്രോസസ്സ്, ഫസ്റ്റ് പ്രോസസ്സ് ഈസ് എ പ്രൈമറി അസസ്മെൻ്റ് ആണ്. പ്രൈമറി അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ഇസ് ക്യാരിഡ് ഔട്ട് ദ ഏർലിയർ സ്റ്റേജ് ഓഫ് പ്ലാനിങ്. അതാരും അറിയാറില്ല സാധാരണഗതിയിൽ. എന്തായാലും അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. അതായത് ആരുടെയെങ്കിലും ഒരാളുടെ തലയിൽ ഈ ബുദ്ധി ഉദിക്കുമ്പോൾ, ഒരു പ്രൊജക്റ്റ് കൊണ്ടുവരണം എന്ന് ഉദിക്കുമ്പോൾ, ദാറ്റ് ഇസ് ക്യാരിഡ് ഔട്ട് ദ ഏർലിയർ സ്റ്റേജ്. Then the detailed assessment carried out during the project planning is until the project plan is completed and report is formally an environmental impact statement. Then എന്തെല്ലാം ആയിരിക്കും അതിൻ്റെ കീ എലമെൻറ്റ്സ്? സ്കോപ്പിംഗ് എന്ന് പറഞ്ഞത് ഐഡൻറ്റിഫൈ ദ കീ ഇഷ്യൂസ് ഓഫ് കൺസേണിങ് ഇൻട്രസ്റ്റ് പാർട്ടീസ്. അവരെ സംബന്ധിച്ച് അവർക്ക് എത്രത്തോളം ലാഭകരമാണ്, എന്താണ് അതിൻ്റെ കൊണ്ട് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ആരുടെ തലയിലാണല്ലോ ഒരു പ്രോജക്റ്റ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ദെൻ സ്ക്രീനിങ് ഡിസൈഡഡ് ടു വെദർ ESI ഈസ് റിക്വയർഡ് ടു ബേസ്ഡ് ഓൺ ദ ഇൻഫർമേഷൻ കളക്റ്റഡ്.
അത് ഒട്ടും പരിസ്ഥിതിക്ക് പ്രശ്നമൊന്നും ഉണ്ടാക്കാത്തതാണെന്നുണ്ടെങ്കിൽ പിന്നെ വല്ലാതെ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, മുന്നോട്ട് പോകേണ്ട ആവശ്യം. ഐഡൻറ്റിഫൈ ഉണ്ട് എങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യുക ഏതൊക്കെയാണ് പ്രോബ്ലംസ് ആൻഡ് ഇവാലുവേറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെത്തേഡുകൾ എന്താണെന്നുള്ളത്. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ഭൂമി ഏറ്റെടുക്കാതെ ഇനി എന്ത് ചെയ്യല, നമ്മുടെ കാര്യം ഇപ്പോൾ ഒരു വിമാനത്താവളം മുന്നോട്ട് പോവില്ല അല്ലേ. സോ മിറ്റിഗേഷൻ മെത്തേഡ്സ് ഡീലിംഗ് ദി അൺസർട്ടനിറ്റി, reviewing and imposing the action of a prevent or minimize the potential advice of the project. Then issuing an environmental statement, reports finding the ESI. ഇത്രയും കാര്യങ്ങളാണ് എന്താണ് സ്കോപ്പിംഗ്, സ്ക്രീനിങ്, ഐഡൻറ്റിഫൈയിങ്, മിറ്റിഗേഷൻ മെഷേഴ്സ്. അപ്പം എൻ്റെ സൈസ് കൂട്ടുക, പുറത്തോട്ട് ചാടാതിരിക്കാൻ വേണ്ടി വേലി കെട്ടുക അല്ലേ, വിമാനത്തിനെ സംബന്ധിച്ച് ടേബിൾ ടോപ്പാണ്. അപ്പോൾ ടേബിളിൽ നിന്ന് പുറത്തോട്ട് ചാടാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും റിവ്യൂ ഇമ്പോസിങ് ആക്ഷൻ ടു പ്രിവെൻറ്റ് ആൻഡ് ഓർ മിനിമൈസ് ദ പൊട്ടൻഷ്യൽ അഡ്വൈസ് എഫക്റ്റ്. ഇപ്പോൾ എപ്പോഴും എന്താണ് എല്ലാവരും ചിന്തിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്, മിനിമൈസ് ദി പൊട്ടൻഷ്യൽ എഫക്റ്റാണ്, അത് ചെയ്യാനായിട്ട് കഴിയുള്ളൂ എന്നുള്ളതാണ്. ദെൻ ദ കൺസെപ്റ്റ് ഓഫ് എ ടിപ്പിക്കൽ എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് ഓരോന്നിനെ സംബന്ധിച്ച്. വൺ ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി, ആ പ്രോസസ്സ് എങ്ങനെ ചെയ്തു തീർക്കണം എന്നുള്ള വൺ ബൈ പ്രൊസീജിയറാണ്. ഡിസ്ക്രൈബ് ദ പ്രൊപ്പോസ്ഡ് ആക്ടിവിറ്റി, അനലൈസ് ദ സൈറ്റ്, ബേസ് ലൈൻ കണ്ടീഷൻസ്, മേജർ എന്തിനൊക്കെ കൺസിഡർ ചെയ്യണം, ഡിസ്ക്രൈബ് ദ പൊട്ടൻഷ്യൽ പോസിബിലിറ്റീസ് ആൻഡ് നെഗറ്റീവ് എൻവോൺമെൻറ്റൽ സോഷ്യൽ എക്കോളജിക്കൽ എഫക്റ്റ്, പോസിറ്റീവ് എഫക്റ്റ്, സിഗ്നിഫിക്കൻസ് ഇമ്പാക്റ്റ് അണ്ടർ സോഷ്യൽ എക്കണോമിക് കൾച്ചറൽ ഇമ്പാക്റ്റ്, മിറ്റിഗേഷൻ പ്ലാന്. മിറ്റിഗേഷൻ എന്ന് പറയുന്നത് എന്താണ്, അതിനെ എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, സോൾവ് ചെയ്യാം. ഐഡൻറ്റിഫൈ ദ ഇഷ്യൂ റിലേറ്റഡ് ടു ഹ്യൂമൻ ഹെൽത്ത്, monitoring plan, impact and mitigation effort, continuity plan, then waste minimum and recycling plan, public consultation program, plan and minimum to release the advised substance, terms of reference, any other information deemed to necessary ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ, കുറേ കണ്ടൻറ്റുകൾ എന്തുണ്ടാവണം അതിലുണ്ടാവണം എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, സൈലൻറ്റ് വാലി പ്രോജക്റ്റ്, ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിനെ സംബന്ധിച്ചാണ് ആദ്യമായിട്ട് കേരളം ചർച്ച ചെയ്തിട്ടുള്ള എൻവോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോബ്ലം ഉണ്ടായിട്ടുള്ളത്. അതുതന്നെയാണ് ഞാനിവിടെ ഒരു എക്സാമ്പിളായിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പറഞ്ഞാൽ ഒരു മിനി ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു മിനി പ്രൊജക്റ്റായിട്ട് കണ്ടക്റ്റിംഗ് EIA ഓൺ എ മിനി പ്രൊജക്റ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഒരു കേസ് സ്റ്റഡി നമ്മളിപ്പോൾ ആദ്യമായിട്ട് പ്രപ്പോസ് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് ഹെഡിങ്, ആ റിപ്പോർട്ട് എടുത്ത് നോക്കിയാൽ അതിലാദ്യം കാണുന്നത് പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ് എന്താണെന്നാണ്. എന്താണ് പ്രൊപ്പോസ്ഡ് പ്രൊജക്റ്റ്? നോർത്തേൺ പാർട്ട് കേരളയിൽ ഒരു സൈലൻറ്റ് വാലി എന്ന് പറയുന്ന പ്രദേശത്ത്, ഒരു കാടുള്ള പ്രദേശത്ത് എന്ത് ചെയ്യുന്നതിന് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്ലാന്റ് KSEB ആണ് സ്ഥാപിക്കാനായിട്ട് ആഗ്രഹിച്ചത്. കുന്തിപ്പുഴയിലാണ് ഞാൻ പറഞ്ഞു, കുന്തിപ്പുഴ എന്ന് പറയുന്ന സ്റ്റേഷനിലാണ്. അതിലെന്ന് പറഞ്ഞാൽ കുന്തിപ്പുഴയുടെ ഒരു അഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ ഈ സൈലൻറ്റ് വാലി എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, സൈലൻ്റാണ്. അവിടെ ചീവീടുകളില്ല എന്നാണ്, രാത്രി സൗണ്ട് ഉണ്ടാക്കുന്ന ജീവികളില്ലേ, അതില്ല എന്നുള്ളതാണ്. അപ്പം ആ കുന്തിപ്പുഴയുടെ ഒരു കുറേ ഭാഗത്തേക്ക് സൈലൻ്റ് എന്ന് പറഞ്ഞാൽ തന്നെ ആളുകളും താമസമില്ല. അപ്പോൾ 25 കിലോമീറ്ററോളം ഈ കുന്തിപ്പുഴ എങ്ങനെ ഒഴുകുന്നുണ്ട്, കേരളത്തിൽ ഇന്നും ആളുകൾ തൊടാതെ ഒഴുകുന്നുണ്ട് എന്നാണ്. ജസ്റ്റിഫിക്കേഷൻ എന്താണ്, പവർ വളരെ കുറവാണ്, പവർ ജനറേഷൻ കുറവാണ്. സോ ഡിമാൻഡ് ഫോർ പവർ എക്സീഡ് ഓഫ് ആനുവൽ എനർജി കൺസപ്ഷൻ ക്യാപിറ്റൽ ഓഫ് ഏരിയ. ഇപ്പോൾ കുറേ കാലമാണ്, 3 വർഷമായിട്ട് നമ്മൾ ഈ ഡിമാൻഡ് ഓഫ് പവറിനെ കുറിച്ച് സംസാരിക്കാറില്ല. കാരണം മഴ കൂടുതലായതുകൊണ്ട് ഡാമിൽ ആവശ്യത്തിന് വെള്ളമുണ്ട്, ആ വെള്ളം തീരുമ്പോഴേക്കും വീണ്ടും മഴ പെയ്യുന്നുണ്ട്. അങ്ങനെ 3 കൊല്ലമായിട്ട് നമ്മൾ പവറിനെ കുറിച്ച് ആലോചിക്കാറില്ല. എന്നിട്ടും ആർക്കോ ഒന്ന് എന്ത് ചെയ്തു, എന്താണ് വീണ്ടും ആ പ്രൊജക്റ്റ് കൊണ്ടുവരണമെന്ന് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു. ദ വാട്ടർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇറിഗേഷൻ അബൌട്ട്, ആ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് അവരുടെ ജസ്റ്റിഫിക്കേഷൻ അതാണ്. ദ വാട്ടർ ഷുഡ് ബി യൂട്ടിലൈസ്ഡ് ഫോർ ഇറിഗേഷൻ അബൌട്ട് 10,000 ഹെക്ടർ ഓഫ് ലാൻഡ് ലോവർ ടൗൺ ഓഫ് ദ വാലി. ആ വെള്ളം കൊടുക്കാമെന്നാണ് അവർ പറഞ്ഞ ഒരു എന്തെന്ന് പറയുന്നത്. പകരം ആരെ കൊല്ലണം, കുരങ്ങനെ കൊല്ലണം. അതായത് കുരങ്ങനെ കൊല്ലണ്ടേ, മുറിവാലൻ കുരങ്ങൻ എന്ന് പറയുന്ന കൊല്ലനെ കൊല്ലേണ്ടി വരും. കാരണം എന്താ, വെള്ളം മറ്റു ഭാഗങ്ങളിൽ ഉയരുമ്പോൾ എന്ത് ചെയ്യും, കാട് നശിക്കാൻ പോകും അല്ലേ. അങ്ങനെ നമ്മൾ കുരങ്ങനെ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ പരിപാടി ഉപേക്ഷിച്ചു. ഓക്കെ, എന്തായാലും ദ കോൺസിക്വൻസ് എന്താണെന്ന് നോക്കാം. സൈലൻറ്റ് വാലി ഫാൾ അണ്ടർ ദ സദേൺ ട്രോപ്പിക്കൽ വെറ്റ് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്, വിച്ച് ഈസ് എ വെരി വാല്യുബിൾ ജീവജാലങ്ങൾ, ആനിമൽസും ഓർഗനൈസേഷൻസും, ലാർജസ്റ്റ് പൂൾ ഓഫ് ജെനറ്റിക് റീസോഴ്സസ് ഉണ്ട്. ആൻഡ് ഹ്യൂമൻ വെൽഫെയർ ഹൈലി ത്രട്ടൺ ഓഫ് ദി ഹൈ ഡിഗ്രി ഓഫ് സ്പെഷ്യലൈസ്ഡ് ആൻഡ് സ്പെഷ്യലി അഡോപ്റ്റഡ് മേക്കിംഗ് സ്പീഷീസ് ആണ് അവിടെ ഉള്ളത്. സൈലൻറ്റ് വാലി ഹാബിറ്റ്സ് ഓഫ് മെനി എൻഡേർഡ് സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്.
All threatened plants and animal species likely to be affected. The portion of forest is distorted and submerged. Then the project should destroy the habits of lion-tailed mosquito. Mosquito അല്ല, മാസ്കോ. ആ കുരങ്ങൻ്റെ പേരാണ് ലയൺ-tailed മാസ്കോ, MACAQUE. അപ്പോൾ ആ ജീവിനെ നശിപ്പിക്കും എന്നുള്ളതാണ്. ഇൻ ദ കേസ് ഓഫ് ഹാപ്പൻ, ദ ഓൺലി വൺ മോർ വാല്യുബിൾ പോപ്പുലേഷൻ വിൽ ബി ലെഫ്റ്റ് ഇൻ ഹിൽ. മലയിൽ ആ ജീവി നശിക്കപ്പെടും എന്നുള്ളതാണ്. ദെൻ ദ കേസ് ഓഫ് ഫോറസ്റ്റ് ക്ലിയറൻസ്, ദ ടോപ്പ് സോയിൽ ഈസ് വാഷ് അവേ സിംഗിൾ മൺസൂൺ, ഡീഗ്രേഡിംഗ് ആൻഡ് പ്രിവീലിംഗ് പ്രൊഡക്റ്റീവ് ലാൻഡ് ആൻഡ് മേക്കിംഗ് അൺഫിറ്റ് ഫോർ ഫ്യൂച്ചർ പ്രൊഡക്ഷൻ എക്സ്പ്ലോഷൻ. The Silent Valley is a natural shoreline vegetation along free-flowing river provide habit many wildlife species. നമ്മൾ കാണുന്ന ആ വെള്ളച്ചാട്ടവും അല്ലേ. In the case of a dispute of a life system supporting of the various vegetation, distortion of nesting side. അതായത് പക്ഷികൾ മുട്ടയിടുന്ന ആ ഭാഗമാണ് മെയിനായിട്ട് എന്ത് ചെയ്യാൻ പോകുന്നത്, ആ വെള്ളത്തിൽ മുങ്ങാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ഫിഷ് സ്പീസസിൻ്റെയും മുട്ടയിടുന്ന സ്ഥലങ്ങളാണ്, ആ ഭാഗത്താണ് നമ്മളിത് നശിപ്പിക്കാനായിട്ട് പോയത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്, ആ ഭാഗം നമ്മളത് വേണ്ട എന്ന് വയ്ക്കാനുണ്ടായിട്ടുള്ള കാരണം അതാണ്. അപ്പോൾ റെക്കമെൻഡേഷൻ ചെയ്തത് ഇന്നത്തെ കക്ഷി തന്നെയാണ്, MS സ്വാമിനാഥൻ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹം പറഞ്ഞത് ഞാൻ ഓൾട്ടർനേറ്റ് പാത്ത് വേ, ആ പദ്ധതി അവസാനിപ്പിച്ചിരിക്കുന്നത് അങ്ങനെയാണ്. ദ ഓൾട്ടർനേറ്റ് പാത്ത് വേ അവൈലബിൾ ഇമ്മീഡിയറ്റ്ലി ഫോർ പ്രൊവൈഡിങ് പവർ. അപ്പോൾ പവർ ഉണ്ടാക്കാൻ വേറെ വഴി കണ്ടോ എന്ന് പറഞ്ഞു. ഇറിഗേഷൻ ആൻഡ് ജോബ് at no ecological risk will help to achieve the desired social goal more speedily and economically എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ തീരുമാനം അവസാനിച്ചത്. It is recommended that no safeguard would be possible to protect ecological balance of the സൈലൻറ്റ് വാലി എക്കോസിസ്റ്റം. സൈലൻറ്റ് വാലി എക്കോസിസ്റ്റത്തിന് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള മറ്റു വഴികളൊന്നുമില്ല, അതുകൊണ്ട് ഈ പ്രോജക്റ്റ് പറ്റില്ല. ഇറ്റ് ഈസ് എ ബെറ്റർ ഇംപ്ലിമെൻറ്റ് സച്ച് എ പ്രോജക്റ്റ് ഇൻ ആൻ ഏരിയ വിച്ച് ഈസ് എക്കോളജിക്കലി ലെസ് വാല്യൂബിൾ ഇൻ ഓർഡർ ടു മീറ്റ് ദ ലെജിറ്റിമേറ്റിക് ഡിമാൻഡ് ഓഫ് ലോക്കൽ പീപ്പിൾ ഫോർ അഡീഷണൽ ലേബർ, ഇറിഗേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി. അതിനുവേണ്ടി കുറേ പാവങ്ങളെ, അവിടുത്തെ കുറച്ച് ആദിവാസികളെ ഇളക്കി വിട്ടിരുന്നു. അവർക്ക് ജോലി കിട്ടും, അവർക്ക് ഇലക്ട്രിസിറ്റി കിട്ടും, അവർക്ക് ഇറിഗേഷൻ കൃഷിക്ക് നടത്താമെന്നൊക്കെ പറഞ്ഞിട്ട് ഇറക്കി വിട്ടിരുന്നു. അപ്പോൾ ആ പ്രോസസ്സിനെ അവർ തടഞ്ഞത്, റിപ്പോർട്ടിൽ തടഞ്ഞത് എന്ത് വെച്ചിട്ടാണ്, ഇത് പറഞ്ഞുകൊണ്ടാണ്. അതായത് എന്ത് ചെയ്യാം, മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് അവിടെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. അടുത്തത് നമ്മൾ പോകാൻ പോകുന്നത് റോൾ ഓഫ് ഇൻഡിവിജ്വൽ പൊല്യൂഷൻ പ്രിവെൻഷനാണ്. അതിന് വേണ്ടിയിട്ട് ക്ലിയർ ഓഫ് എയർ, എന്തിനാണ് പൊല്യൂഷൻ കൺട്രോൾ ചെയ്യുന്നത്? ക്ലീൻ എയർ ആൻഡ് വാട്ടർ, ലെസ് സോളിഡ് വേസ്റ്റ് ഇൻ ലാൻഡ് ഫിൽ, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സ്, റെഡ്യൂസ് സോയിൽ എറോഷൻ, സേവ് ഇലക്ട്രിക് ആൻഡ് വാട്ടർ ബില്ല്, ഇൻക്രീസ് പ്രോപ്പർ വാല്യൂ. ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ റോൾ ഓഫ് ഇൻഡിവിജ്വൽ. ദ സ്പെസിഫിക് ബെനിഫിറ്റ് ഓഫ് പൊല്യൂഷൻ പ്രിവെൻഷൻ ആക്ടിവിറ്റി ക്ലിയർ, നല്ല വെള്ളവും വായുവും, നല്ല ഭൂമി, ബിക്കോസ് ലാൻഡ് ഫില്ലിങ്ങിലൂടെ നശിപ്പിക്കാതിരിക്കുക, കൺസർവേഷൻ ഓഫ് നാച്ചുറൽ റിസോഴ്സസ്, റെഡ്യൂസ് സോയിൽ എറോഷൻ, സേവിങ് ഇലക്ട്രിസിറ്റി ആൻഡ് വാട്ടർ ബില്ല്. ഓക്കെ, ഇൻഡിവിജ്വൽ ഷുഡ് മിനിമൈസ് ദ വേസ്റ്റ്. അതാണ് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം അല്ലേ. വേസ്റ്റ് കുറച്ചാൽ ബില്ലും കുറയും, കാര്യം ഇലക്ട്രിസിറ്റിയുടെ കാര്യത്തിൽ. ഇൻഡിവിജ്വൽ ഷുഡ് പ്രിഫർ വാക്ക് ഓർ യൂസ് സൈക്കിൾ ഇൻസ്റ്റെഡ് ഓഫ് മോട്ടോർ വെഹിക്കിൾ. നമ്മൾ കേട്ടാൻ അല്ലേ. ഇൻഡിവിജ്വൽ ക്യാൻ ടാസ്ക് കൺസിഡർ കോൺട്രിബ്യൂട്ടിങ് ബൈ യൂസിങ് മാസ് ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. സ്വന്തം വാഹനം ഉപയോഗിക്കാതെ മാസ് ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കാനാണ് പറഞ്ഞത്. കൊറോണ കാലത്ത് നടക്കുമോ? വെൻ ഗോയിങ് ഓൺ എ വർക്ക് പ്ലേസ്, കൊളീഗ്സ് ഓർ നിയർ ബൈ ലൊക്കാലിറ്റി ഷുഡ് എ പൂൾ ഓഫ് വെഹിക്കിൾ. ഒരാൾ തന്നെ, എല്ലാവരും സ്വന്തം വെഹിക്കിൾ എടുക്കാതെ ഒന്നിലധികം വെഹിക്കിൾ ഉപയോഗിക്കുക. ഒരേ വെഹിക്കിളിൽ ഒരുപാട് പേര് കയറുക എന്നുള്ളതാണ്. ടേക്കിംഗ് ദ പേഴ്സണൽ വെഹിക്കിൾ പീരിയോഡിക് പൊല്യൂഷൻ ചെക്ക് ഓരോരുത്തരുടെ ആൻഡ് പ്രിവെൻറ്റ് ദ ഇൻഡിവിജ്വൽ ഷുഡ് റീയൂസ് ഐറ്റംസ് വെൻ എവർ ഈസ് പോസിബിൾ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഓരോ വ്യക്തിയെ സംബന്ധിച്ചും ചെയ്യാൻ കഴിയുന്ന വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അടുത്തത് റെഡ്യൂസ് ദ ഡ്രൈവിംഗ് ടൈം, ബി കെയർഫുൾ വിത്ത് ഓട്ടോമൊബൈൽ വേസ്റ്റ്, പ്ലാന്റ് ആൻഡ് ട്രീ ദ ഷർബ്. ഇലക്ട്രിസിറ്റി ബില്ല് കുറയ്ക്കാൻ ഏറ്റവും എളുപ്പം എന്താണ്? ഉപയോഗവും വേസ്റ്റും കുറയ്ക്കുക എന്നുള്ളതാണ്. പ്രിഫർ ടു വാക്കിംഗ് യൂസ് ഓഫ് എ സൈക്കിൾ,
individual bus place personal periodic checking. Then explain the control. Another one is reuse the items whenever is possible. Then products are made recycle material കൂടുതൽ പ്രിഫർ ചെയ്യുക. യൂസ് ഓഫ് എ ബാഗ്, പ്ലാസ്റ്റിക് ബാഗിന് പകരം ക്യാരി ബാഗുകൾക്ക് പകരം നമ്മൾ എന്ത് ഉപയോഗിക്കുക, തുണിസഞ്ചി ഉപയോഗിക്കുക. Then take part of environment conservation drives such as a tree planting drive. ഡ്രൈവ് എന്ന് പറഞ്ഞാൽ എന്താണ്, മരം വെച്ച് പിടിപ്പിക്കുക. അങ്ങനത്തെ ആക്ടിവിറ്റീസിൽ എല്ലാവരും പങ്കെടുക്കുക. വാട്ടർ റിസോഴ്സസ് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുക, വെള്ളം വെറുതെ കളയാതിരിക്കുക. യൂസ് റിന്യൂവബിൾ റിസോഴ്സസ് ഇൻസ്റ്റാളിങ് എക്യുപ്മെൻറ്റ്, സോളാർ ഹീറ്ററും സോളാർ. Then dispose of potential harmful products such as cell batteries, pesticides ഒക്കെ കുറയ്ക്കുക. Reuse and recycle paper, glass, plastic, aluminium. Look into recycle symbols of the product you buy. Avoid the byproduct is unnecessary packing. Buy the household goods and foods in bag to minimum packing waste. Buy the rechargeable battery. Carry your own reusable shop bag. Consider reusable glasses, dishes, cloth towel. Minimum and repair the product. Maintain and repair the product. Then ബാത്റൂമിലാണെങ്കിൽ വെള്ളം കളയാതിരിക്കുക. ഓരോ സ്ഥലം. റോൾ ഓഫ് ഇൻഡിവിജ്വൽ പൊല്യൂഷൻ പ്രിവെൻഷൻ നമ്മളോരോന്നും പറഞ്ഞു. അതിന് ബാത്റൂമിൽ ഇൻസ്റ്റാൾ ദ വാട്ടർ എഫിഷ്യൻറ്റ് വാട്ടർ ഹെഡ്, ഷവർ ഹെഡ്. Take short showers and draw less water for bath. When buying a new toilet, purchasing low flow model. Check your toilet is silent leak. Turn off water while brushing and teething and shaving. കിച്ചൺ ലോണ്ട്രിയിൽ എന്തൊക്കെ ചെയ്യാം, കമ്പോസ്റ്റ് ഉപയോഗിക്കുക. കമ്പോസ്റ്റ് ഫോർ യുവർ ഫുഡ് ക്രാപ്പ് ആൻഡ് ബയോഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുക. റൺ ബൈ വാഷിംഗ് മെഷീൻ വിത്ത് ഫുൾ ലോഡ് ഓഫ് ക്ലോത്ത്. ഓരോരുത്തർ ഇട്ടിട്ട് ഓരോന്നിടാതെ എല്ലാം കൂടെ ഒന്നിച്ച്. ഔട്ട്ഡോർ എന്ന് പറയുന്നത് എന്തിനാണ്, ഇൻസ്റ്റാൾ എ ഡ്രിപ്പ് ഇറിഗേഷൻ വാട്ടർ സിസ്റ്റം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ വെള്ളത്തുള്ളികളിങ്ങനെ സമയത്ത് നനക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യൂസ് ഡ്രോട്ട് ടോളറൻറ്റ് പ്ലാന്റ് ആൻഡ് ഗ്രാസസ്. നമ്മളിപ്പോൾ ലാൻഡ് ഷേപ്പിംഗ് ചെയ്യുന്ന ആളുകളാണ്, അവർ കുറച്ച് വെള്ളം ഉപയോഗിക്കുന്ന സസ്യങ്ങൾ ഉപയോഗിക്കുക. ഡ്രൈ ടു വാട്ടർ ഓൺലി ഇൻ ദ ഈവനിങ് ഓർ ഏർലിയർ മോർണിംഗ് ടു മിനിമൈസ് ദ എവാപ്പറേഷൻ. നനയ്ക്കുന്നത് എപ്പോഴും രാത്രിയോടടുത്തിട്ടും വളരെ രാവിലെയും ചെയ്യുക. ഇഫ് യു യൂസ് ദ പോറസ് പ്രിവെൻറ്റ് ഇൻസ്റ്റെഡ് ഓഫ് ദെൻ പർച്ചേസ് എനർജി എഫിഷ്യൻ്റ് പ്രോഡക്റ്റ്. എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉപയോഗിക്കുക. LED, LCD അങ്ങനത്തെ. ഇൻസുലേറ്റ് ദ ഹൗസ്. എന്താ ഇൻസുലേറ്റ് ഹൗസ് എന്ന് പറഞ്ഞാൽ, മേക്ക് ഷുവർ യുവർ ഹൗസ് ഈസ് വെൽ ഇൻസുലേറ്റഡ് എന്ന് വെച്ചാൽ ഹീറ്റ് ആണോ ചൂടാണോ ആവശ്യമെങ്കിൽ അതിനനുസരിച്ച് ഡോറുകളും സെറ്റ് ചെയ്യാം, ഡോറും വിൻഡോസും. റൈസ് ഓഫ് ഷാഡോസ് ഓൺ വിൻ്റർ ഡേയ്സ്, ലോവർ ഇൻ സമ്മർ ഡേയ്സ്. See at leak, seal at all leak, block the windows, door, weather strip, install bends to reduce outside heat transfer. Insulate pipe and fixer. പൈപ്പൊക്കെ എപ്പോഴും ലീക്ക് ഉണ്ടോ എന്നുള്ളത് തടയുക. പൈപ്പിലും ടാപ്പിലും ഒക്കെ എപ്പോഴും എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്, ലീക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതെല്ലാം അപ്പം മാറ്റുക. റീപ്ലേസ് യുവർ ഷവർ ഹെഡ്, ടേൺ അൺയൂസ് ആപ്ലിക്കൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ്. Use LED light. Clean or replace filters regularly. Sure to check the furnace, air conditioner, heat pump filters regularly. Cleaning. By cleaning for heating, ventilation, air condition equipments. എല്ലാം ഒരാഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഒന്ന് എന്ത് ചെയ്യുക, ക്ലീൻ ചെയ്ത്. Increasing the natural light. Paint your interior and exterior wall on light color. So more light is reflected. Paint at the edge of window is white and reduce paper uses. A double side copy. Reuse single side paper. Use electric mail. Use public transportation or carpool ഉപയോഗിക്കുക. കാർപൂൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൂടെ ഒരു കാർ ഉപയോഗിക്കുക എന്നുള്ളതാണ്.
Then the last part on a case study of a different pollution. First one is the air pollution. ഒരു പഴയ എയർ പൊല്യൂഷൻ്റെ കാര്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ബ്രിട്ടനിൽ ഒക്ടോബർ 4 1952 ആദ്യമായിട്ട് മനുഷ്യൻ എന്താ അനുഭവിച്ചത്? ഓക്സിജൻ എന്ന് പറയുന്ന സാധനം കുറയും, പരിസ്ഥിതി മലിനമായാൽ ഓക്സിജൻ കുറയുമെന്ന് ആദ്യമായിട്ട് മനസ്സിലാക്കുന്നത്. ഹൈ ടെമ്പറേച്ചർ എയർ മാസ് ക്രിയേറ്റഡ് ടെമ്പറേച്ചർ റിവേഷൻ ആസ് എ റിസൾട്ട് ഓഫ് വൈറ്റ് ഫോഗ് ബ്ലാങ്കലെറ്റ് ലണ്ടൻ 5th December 8th to 8th December. About 400 persons already suffering ഫ്രം ബ്രോൺക്രോസിസ്. മിക്കവാറും ശ്വാസകോശത്തെ സംബന്ധിച്ചാണ് എയറിന് എപ്പോൾ ഉണ്ടാവുക. എയറിൽ എന്താ ഉണ്ടായിരുന്നത്? SO2 ആണ് ഉണ്ടായിരുന്നത്. ലെവൽ ഡ്യൂ ടു അത് കുറേ കൂടി. കാരണം എന്താണ്? അവിടെ തണുപ്പ് കൂടുതലുള്ള സ്ഥലമാണ്. അവർ ഹീറ്റ് ഉണ്ടാക്കും. എന്തിനാണ് ഹീറ്റ് ഉണ്ടാക്കുന്നത്? ചൂട് കിട്ടാൻ വേണ്ടി. ഫയർ ഹീറ്റിംഗ് ആൻഡ് പവർ പ്രൊഡക്ഷൻ സിസ്റ്റംസ്. അപ്പോൾ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടനാണ് ഏറ്റവും ആദ്യം അത് ചെയ്തു തുടങ്ങിയത്. അപ്പം കോളാണ് അന്ന് അവർ ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ലണ്ടൻ സൾഫർ കണ്ടൻറ്റ് 1.5% കൂടിയപ്പോഴാണ് എന്ത് സംഭവിച്ചത്? പിന്നെ റിസൾട്ട് ബിക്കം ബ്ലാക്ക് എന്തുണ്ടാവുന്നു? പൊടി പടലം കൂടുന്നു. 20 മിനിറ്റ് കൊണ്ടാണ് അന്ന് സംഭവിക്കുന്നത്. ദർ വാസ് എ നോ മൂവ്മെൻറ്റ് ഓഫ് എയർ ആൻഡ് വിസിബിലിറ്റി പ്രാക്ടിക്കലി സീറോ ഓൺ ദോസ് ഡേയ്സ്. ഇറ്റ് സെഡ് ദാറ്റ് വൺ കുഡ് നോട്ട് സീ വൺ ഹാൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് വൺസ് ഫേസ്. കൈ ഇങ്ങനെ ഉയർത്തിയാൽ കൈ പോലും കാണാൻ കഴിയാത്തത്ര ഇരുട്ട്. സ്മോഗ് വാസ് ഇൻറ്റൻസ്ലി ഇറിറ്റേറ്റഡ് ദ ഹ്യൂമൻ റെസ്പിറേറ്ററി സിസ്റ്റം. ദ പീപ്പിൾ സൂൺ ഡെവലപ്പ് റെഡ് ഹൈ ബേണിംഗ് തോട്ട് നോഗിൾ കഫ്. Again 6th January 1956 extra death. London blame on the extended fog and Parliament passed Clean Air Act in 1956. ഇപ്പോൾ അടുത്ത് എവിടെ സംഭവിച്ചത്? ഡൽഹിയിലാണ് സംഭവിച്ചത്. സ്ഥിരമായിട്ട് വർഷത്തിലൊരു പ്രാവശ്യമെങ്കിലും എവിടെ സംഭവിക്കുന്നുണ്ട്? ഓക്സിജൻ കൂടെ കൊണ്ട് നടക്കേണ്ട ആവശ്യം, ഓക്സിജൻ്റെ അളവ് കുറയുകയും ചെയ്യുന്നുണ്ട് ഡൽഹിയിലും ബെയ്ജിങ്ങിലുമൊക്കെ. ഓക്കെ, അപ്പോൾ ഇത് എയർ പൊല്യൂഷൻ സംബന്ധിച്ചാണ്. എയർ പൊല്യൂഷൻ്റെ മറ്റൊരു വലിയൊരു എഫക്റ്റാണ് എയർ പൊല്യൂഷൻ കൊണ്ടുകൂടെ ഉള്ള ഒരു എഫക്റ്റാണ് താജ്മഹലിനെ സംബന്ധിച്ച്. നമുക്കറിയാം താജ്മഹൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാഴ്ച വസ്തുവാണെന്നറിയാം. 7 മഹാത്ഭുതങ്ങളിൽ ഇന്ത്യയിലുള്ള ഒരു മഹാത്ഭുതമാണെന്നറിയാം. അതിൻ്റെ ഹിസ്റ്ററി ഒന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഇന്ന് അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വേണ്ടാഞ്ഞിട്ടാണോ എന്നറിയില്ല. ദ പ്രൊപ്പോസൽ ടു ലൊക്കേറ്റ് ഓയിൽ റിഫൈനറി ഇൻ മധുര ഡിസ്ട്രിക്റ്റിൽ ഒരു ഓയിൽ റിഫൈനറി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചു 1969. താജ്മഹലിലേക്ക് അത് അഫക്റ്റ് ചെയ്യുമെന്നും പറഞ്ഞിട്ട് പ്രശ്നങ്ങളുണ്ടാവുകയും കോടതി അത് തടയുകയാണ് ചെയ്തത്. ദ വയലേഷൻ റെക്കമെൻഡേഷൻ ഓഫ് എ എക്സ്പേർട്ട് കമ്മിറ്റി ബൈ ദ റിഫൈനറി അതർ ഓഫ് എക്സിസ്റ്റിംഗ് ഇൻഡസ്ട്രീസ്. അതല്ലാത്ത കുറേ ഇൻഡസ്ട്രീസ് അപ്പോഴും അവിടെ നിൽപ്പുണ്ട്. ആസിഡ് എയർ പൊല്യൂഷൻ ഈസ് റേറ്റ്. SO2 ആണ് കൂടുന്നത്. നേരത്തെ കണ്ടത് SO2 തന്നെയാണ്. സൾഫർ ഡയോക്സൈഡ് ആണ്. 300 mg per cubic മീറ്ററിലാണ്. എഗെയിൻസ്റ്റ് റെക്കമെൻഡഡ് ലിമിറ്റഡ് ഓഫ് 30 ആണ് സെൻസിറ്റീവ് ഏരിയയിൽ. അത് തന്നെ അതിന് തൊട്ടടുത്ത് ഈ മോണുമെൻ്റ് മാത്രമല്ല, ഈ അത്ഭുത സാധനം മാത്രമല്ല, അവിടെ എന്തുകൂടെ ഉണ്ട്? ഒരു ബേർഡ് സാനിറ്ററിയും കൂടി ഉണ്ട്. അവിടെ സൈബീരിയൻ കാക്കകൾ വരുന്നതാണ്. അതിനെ മഡ് വൈസ് ആയിട്ട് അഫക്റ്റ് ചെയ്യും. അബൌട്ട് 103 പാർലമെൻറ്റ് മെമ്പേഴ്സ് ഡിഫറെൻറ്റ് പാർട്ടീസ് സബ്മിറ്റിംഗ് എ മെമ്മറാണ്ടം ടു പ്രൈം മിനിസ്റ്റർ ജൂലൈ 1992 താജ്മഹൽ രക്ഷിക്കണമെന്ന് പറഞ്ഞ് അന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കി. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ്റും ഗവൺമെൻറ്റും ഒരു നടപടിയും എടുത്തില്ല. ടു എൻജോയ് ദ എക്സലൻറ്റ് ടൂറിസ്റ്റ് പൊട്ടൻഷ്യൽ ആയിട്ട് പോലും. അപ്പോൾ സുപ്രീം കോടതി ജാനുവരി 1993 ഇഷ്യൂ എ പബ്ലിക് നോട്ടീസ് ടു കോളിംഗ് അപ്പോൺ 511 ഇൻഡസ്ട്രീസ് ഇൻ ദ വെയിറ്റ് ടു ഇൻസ്റ്റാൾ ആൻറ്റി പൊല്യൂഷൻ മെക്കാനിസം കൊണ്ടുവരണമെന്ന് പറഞ്ഞു. 212 ഇൻഡസ്ട്രീസ് ഡിഡ് നോട്ട് കെയർ ടു ഗീവ് റിപ്ലൈ ടു ഓർഡർ ക്ലോസ് ഡൗൺ ബൈ ദ കോർട്ട്. കോടതി ആ ഫാക്ടറികളെ അവസാനിപ്പിക്കുന്നവരെ 512 212 പേര് തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. ഡ്യൂറിങ് ഏപ്രിൽ 1994 2004 ആയപ്പോൾ സുപ്രീം കോർട്ട് ഡയറക്റ്റഡ് ടു മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റൽ ആൻഡ് ഫോറസ്റ്റ് ടു സെറ്റപ്പ് സ്പെഷ്യൽ സെല്ല് ടു ഡെവലപ്പ് എ ഗ്രീൻ ബെൽറ്റ് അറൗണ്ട് ദ താജ്മഹൽ.
അങ്ങനെ താജ്മഹലിന് ചുറ്റും ഒരു ഗ്രീൻ ബെൽറ്റ് വേണമെന്ന് പറഞ്ഞു. ഇന്നും അതൊന്നും ചെയ്തിട്ടില്ല. അപ്രൈസിങ് ദ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആവട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആവട്ടെ, യു പിയുടെ പൊല്യൂഷൻ ബോർഡ് ആവട്ടെ നെഗ്ലക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ത്രട്ടനിങ് ഓഫ് ടു ദ താജ്മഹൽ അതർ മൂവ്മെൻറ്റ്സ് പെർമിറ്റഡ് ടു 511 ഇൻഡസ്ട്രീസ് ആൻഡ് ഓയിൽ റിഫൈനറി ഓഫ് ദി ഹൈ പൊല്യൂഷൻ പൊട്ടൻഷ്യൽ. സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതെല്ലാം കൂടെ പൊട്ടിക്കളാന്നാണ്. അപ്പോൾ ഇത് രണ്ടും എയറിനെ സംബന്ധിച്ചും അതുപോലെ എയറിലൂടെയും ഇൻഡസ്ട്രി പുറത്തുവിടുന്ന പൊല്യൂഷനിലൂടെയും ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചാണ്. അടുത്ത വാട്ടർ പൊല്യൂഷനിലെ ഒരു കേസ് സ്റ്റഡിയാണ് ഗംഗ റിവർ. ഗംഗ എല്ലാവരും കേട്ടിട്ടുണ്ടാവും, മദർ ഓഫ് വേർഷിപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. പിൽഗ്രിമിനേജ് തീർത്ഥാടനം നടത്തുന്ന ഋഷികേഷും ഹരിദ്വാറും ബനാറസ് അല്ലെങ്കിൽ കാശി, മെയിൻ ഇൻഡസ്ട്രി സിറ്റി ആയിട്ടുള്ള കാൺപൂരിലൂടെയുമാണ് ഗംഗ ഒഴുകുന്നത്. ഗംഗയാണ് ആരെ നനച്ചുകൊണ്ടിരിക്കുന്നത്? ശരിക്കും പറഞ്ഞാൽ ഗംഗോട്ടിക് ബേസിൻ എന്നാണ് പറയുക. മെയിൻ നമ്മുടെ മദർ ലാൻഡിനെ, ഭൂമിയുടെ ഇന്ത്യൻ മെയിൻ ലാൻഡിനെ നനയ്ക്കുന്നത് ഗംഗയാണ്. പക്ഷേ ഗംഗയുടെ അവസ്ഥ വളരെ മോശമാണ്, നിങ്ങൾ കാണുന്നുണ്ട്. ബട്ട് ദ ഡിസ്ക്രിമിനേഷൻ ഡിസ്പോസൽ ഓഫ് ഒരു ദാക്ഷിണ്യവുമില്ലാതെയാണ് സോളിഡ് വേസ്റ്റ്, ലിക്വിഡ് വേസ്റ്റ് തള്ളിക്കൊണ്ടിരിക്കുന്നത്. ലിക്വിഡ് വേസ്റ്റ് തള്ളുന്നത് ഭൂരിഭാഗവും ആരാണ്? ഇൻഡസ്ട്രീസാണ്. പുട്ട് ആൻ എക്സ്ട്രാ ബേർഡൻ ഓഫ് എ സെൽഫ് പ്യൂരിഫിക്കേഷൻ കപ്പാസിറ്റി ഓഫ് വാട്ടർ. The pollution of water starting from Rishikesh and another important religious place upstream of Haridwar. Half-burned dead body and dead animal thrown into the river. Solid particle മനുഷ്യൻ ഡയറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. മുഴുവനായിട്ടും ദഹിപ്പിക്കാതെ ശവശരീരങ്ങൾ നദിയിലേക്ക് തള്ളുക. പിന്നെ ബാത്തിങ് ഡിസ്ചാർജ്, മിൽക്ക് പോട്ട്, അതർ പൊല്യൂട്ടൻ ത്രോയിങ് ബൈ ദ പിൽഗ്രിമേജ് ഇൻ ടു ദ റിവർ ഡ്യൂറിങ് ദയർ വർഷിപ്സ്. 100 industries, particularly Kanpur, discharge the wastes directly into river without treatment. According to estimate of 250 million liter of chemical effluent discharged into Ganga river in a single day. 250 milliliter ആണ് കെമിക്കൽസ് ആണ് ഒരു ദിവസം തള്ളുന്നത്. About 20% of pollution. Reset of 80% of pollution coming from the domestic and municipal waste. About 25 major towns situated in the bank of റിവർ ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളത്തിൽ ഒഴുകുന്ന നദിയാണ്, അതുകൊണ്ട് തന്നെ അതിലേക്കാണ് എല്ലാ വേസ്റ്റും വരുന്നത്. ഇൻ അഡീഷൻ ദിസ് അഗ്രികൾച്ചറൽ റാൻ ഓഫ്, പിന്നെയാണ് കൃഷി, മഴ സമയത്ത് കൃഷി വെള്ളമെല്ലാം കൂടി കുത്തിയൊലിച്ച് വരുന്നതിലുള്ള പൊല്യൂഷനും കൂടി. അപ്പോൾ ഗംഗ ആക്ഷൻ പ്ലാൻ, ഗംഗ പ്രീ പൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ് 1986 തന്നെ കൺട്രോൾ ദ ഡീഗ്രഡേഷൻ ഓഫ് റിവർ വാട്ടർ ക്വാളിറ്റി. കുറച്ച് മുമ്പ് വരെയൊക്കെ അതിന് മാത്രമായിട്ട് നമുക്കൊരു മന്ത്രിയൊക്കെ ഉണ്ടായിരുന്നു. ഡൈവേർഷൻ ആൻഡ് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഡൊമസ്റ്റിക് വേസ്റ്റേജ്, പ്രിവെൻഷൻ ഓഫ് ടോക്സിക് ഇൻഡസ്ട്രീസ്, കെമിക്കൽ വേസ്റ്റസ് എൻ്റർ ഇൻ ടു റിവർ. ഇത്തരം കാര്യങ്ങൾ തടയാൻ വേണ്ടിയിട്ടായിട്ട് മാത്രം നമ്മൾ ചെയ്തു. അടുത്തതാണ് മനുഷ്യനായിട്ടുണ്ടാക്കുന്ന, അല്ല മനുഷ്യൻ ചെയ്യുന്നത് തന്നെ, പക്ഷേ മനുഷ്യൻ ആവശ്യത്തിന് വേണ്ടി HPCL ഡിസാസ്റ്ററാണ്. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രോജക്റ്റ് HPCL വിശാഖപട്ടണത്ത് ഒരു പ്ലാന്റ് ഉണ്ട്. അതിൽ 2500 ടൺ LPG ആണ് എവരി വീക്കിൽ അവർ പുറത്തോട്ട് കൊടുക്കുന്നത്. ഡ്യൂറിങ് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് LPG ഫ്രം ഷിപ്പ് ടു ഫാക്ടറിയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലില്ല, അപ്പോൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്നതാണ്. ആ പുറത്തുനിന്ന് കൊണ്ടുവരുന്നത് കൈകാര്യം ചെയ്യുന്നതും 25,000 ടണ്ണാണ് ഒരു ദിവസം. പെട്ടെന്ന് 6:40 AM രാവിലെ 14 സെപ്റ്റംബർ 1997 റിസൾട്ട് ഓൺ എക്സ്പ്ലോഷൻ ഓഫ് LPG സ്റ്റോറേജ് ടാങ്ക്. ടോട്ടലി 20 സ്റ്റോറേജ് ടാങ്ക് ഉണ്ട്. ഒരു 33 kV പവർ ലൈൻ ഇതെല്ലാം മെൽറ്റ് ചെയ്തു പോയി, കാരണം ഗ്യാസാണ് കത്തുന്നത്. മെനി ബിൽഡിംഗ് ഇൻക്ലൂഡിങ് അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്സ്, വിൻഡോ സ്പാൻ സ്കാറ്റർ അബൌട്ട് 1 kilometer. About 14,000 kiloliter of petroleum, high speed diesel, naphtha. 14,000 kiloliter പെട്രോളിയവും നാഫ്തയാണ് കത്തി അങ്ങോട്ട് പോയത്. 1000 tons of smoke and other pollutant. അപ്പോൾ ഞങ്ങൾ കാണുന്നുണ്ട്. About 55 out of 400 workers ഇമ്മീഡിയറ്റ് ആയിട്ട് ഡെഡായി. നിയർലി 10,000 ആളുകളെ അവിടെ നിന്ന് മാറ്റേണ്ടി വന്നു. റിഫൈനറി ഹാസ് നോ ഇൻസ്ട്രക്ഷൻ ടു ഡിറ്റക്റ്റ് ഹൈഡ്രോ കാർബൺ പൊല്യൂഷൻ. അന്നത്തെ അവസ്ഥ,
കാർബൺ പൊല്യൂഷൻ, ഹൈഡ്രോ കാർബൺ പുറത്തു പോകുന്നുണ്ടെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു ഇൻസ്ട്രുമെൻ്റ് പോലും അവരുടെ കയ്യിൽ അന്നുണ്ടായിരുന്നില്ല. ദിസ് ഹാഡ് എ റിസൾട്ട് ഇൻ പീപ്പിൾ ഓൺ ഡ്യൂട്ടി ടു റിമെയിൻ ഇഗ്നേർഡ് ദ വേപ്പർ ക്ലൗഡ് ഫോർമേഷൻ. വേപ്പർ ക്ലൗഡ് ഉണ്ടാവുമെന്ന് ആളുകൾക്ക് അറിയുക പോലുമില്ല. ദ ആക്സിഡൻറ്റ് ഓൺ ദിസ് നിയർ ഓഫ് ദ ബിഗ്ഗസ്റ്റ് ഹസാർഡ് ഈസ് പീപ്പിളിന് അന്നാണ് മനസ്സിലായത് ഈ ഓയിൽ റിഫൈനറികൾ അപകടമാണെന്ന് പറഞ്ഞത്. നമുക്ക് ദേശീയ തലത്തിൽ തന്നെ ദേശീയപാതയിൽ അല്ലേ ചേളാരിയിലൊരു പ്ലാന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് അവിടെ ബഹളം ഉണ്ടാവാറുണ്ട്. ദ ലൊക്കേഷൻ ഓഫ് ഇൻഡസ്ട്രീസ്, ദ ഗ്ലാസ് വുഡ് ഓൾവേസ് ദ സൗത്ത് നോർത്ത് പാസ്റ്റ് വിൻഡ് ഡയറക്ഷനുള്ള സ്ഥലമാണ് അവിടെ, നമ്മളെ സ്ഥലമല്ല കേട്ടോ, സൗത്ത് നോർത്ത് വിൻഡ് ഡയറക്ഷനാണ്. ദ ബെസ്റ്റ് വേ ഓഫ് പീപ്പിൾ ടു ഗെറ്റ് ഔട്ട് ഓഫ് ഇമ്പാക്റ്റ് ടു റിമൂവ് പെർട്ടിക്കുലർ ഡയറക്ഷൻ ഓഫ് ഈസ്റ്റ് വെസ്റ്റ്. ബട്ട് വിശാഖപട്ടണം ബേ ഓഫ് ബംഗാൾ ഈസ് ദ ഈസ്റ്റ് ആൻഡ് ഹിൽ ഓൺ ദ വെസ്റ്റ്, ലിവിങ് ഓൺലി ഓൺ സൗത്ത് നോർത്ത് കോർഡോർ ഫോർ ദം ടു റൺ. Hence the disaster potential is huge. The spacing tank is the violation of norms. There is a lapse of designing of building, and hazard place structure should be designed keeping safety in mind. നമ്മളിന്ന് 4ാമത്തെ മോഡ്യൂൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. 4ാം മോഡ്യൂളിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ എന്തിനെക്കുറിച്ച് പറഞ്ഞത്, കേസ് സ്റ്റഡീസും അതേപോലെ തന്നെ റോൾ ഓഫ് ഇൻഡിവിജ്വൽ ഇൻ പൊല്യൂഷൻ പ്രിവെൻഷനുമാണ്. നല്ലൊരു ഭാവിക്ക് വേണ്ടി ആശംസിച്ചുകൊണ്ട് പൊല്യൂഷൻ എന്ന് പറയുന്ന നെഗറ്റീവ് ആസ്പെക്റ്റ് ക്ലാസ്